الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തു അത്തീൻ ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പ് നമ്മൾ സൂറത്ത് ദുഹ അതിൻ്റെ തഫ്സീർ വിശദീകരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു സംസാരം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണുകയുണ്ടായി. ഷെയ്ഖിൻ്റെ ഒരു ദർസിൽ, അത് പിന്നീട് കിതാബായി മാറിയിട്ടുണ്ട്. നൂറുൽ യഖീൻ ഫി സീറത്തി സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്ന കിതാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, അത് വിശദീകരിക്കുന്ന ഷെയ്ഖിൻ്റെ കിതാബിൽ അതിൽ അദ്ദേഹം പറയുന്നത് കാണാം. ഒരാൾ നമ്മുടെ മുന്നിൽ ഒരാവശ്യമായി വന്നാൽ, ഒരു ഫക്കീർ അല്ലെങ്കിൽ ഒരു രോഗി, അങ്ങനെ ഒരു ആവശ്യക്കാരനെ പറ്റി കേട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ആവശ്യമായിട്ട് വന്നാൽ അവരെ സഹായിക്കാൻ നമുക്ക് സ്വയം ഒരു പ്രേരണ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മെ സങ്കല്പിച്ച് നോക്കുക. അതാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നീ യതീമായിരുന്നു, അതുകൊണ്ട് ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുപോലെ തന്നെ വവജദക ആയിലൻ ഫഅഗ്ന, നിന്നെ ദരിദ്രനായ അവസ്ഥയിലാണ്, അതിൽ നിന്നാണ് ഞാൻ. ഒരാൾ പോലും കൂടി ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും സുബ്ഹാനല്ലാഹ്. ഇത് ശരിയാക്കുന്ന ഒരാൾ ശരിയാക്കൂല, എല്ലാവരും അതിനെ മൈക്കിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മൈക്കില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. വവജദക ആയിലൻ ഫഅഗ്ന, ദരിദ്രനായ അവസ്ഥയിലായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നത്, എന്നിട്ട് അല്ലാഹു തആല താങ്കൾക്ക് ഐശ്വര്യം നൽകി. അതുകൊണ്ട് അമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ ആട്ടിയകറ്റരുത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന വഴിയാണ് എന്ത്? സാധുക്കളെ സഹായിക്കാനും ആവശ്യക്കാരെ അവരുടെ കൂടെ നിൽക്കാനും അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? തൻ്റെ ചരിത്രം, തൻ്റെ ചെറുപ്പവും പഴയ കാലവും ആലോചിച്ചാൽ മതി. അതുപോലെ നമ്മളും ചിന്തിക്കുകയാണെങ്കിൽ നമുക്കും ഈ നല്ല സ്വഭാവം ഉണ്ടാവും. ഒരു രോഗിയെ കണ്ടാൽ, ഈ രോഗാവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവരോട് സഹതാപവും അവരെ സഹായിക്കാനുള്ള ചിന്തയും ഉണ്ടാകും. ഇനി ഈ സൂറത്തിലേക്ക് വരാം. സൂറത്തു തീൻ മക്കയിൽ അവതരിച്ച സൂറത്താണ്. അത് ഇജ്മാ ഉണ്ട്, മുഫസ്സിരിങ്ങൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ മഖ്സൂദ്, ഈ സൂറത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആയത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ അള്ളാഹുവിൻ്റെ തൗഹീദും അതുപോലെ തന്നെ റിസാലത്തും മരണാനന്തര ജീവിതവും, മആദ്, അത്തൗഹീദു വൽ റിസാലത്തു വൽ മആദ്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഈ മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ അടിത്തറകളായ കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ചെറിയ സൂറത്താണെങ്കിലും ഈ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല തുടങ്ങിയിട്ടുള്ള സൂറത്താണിത്. വത്തീനി വസ്സൈത്തൂൻ. വത്തീനി, വാവ് നമുക്കറിയാം സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് വാവ്, വാവുൽ ഖസം. തീൻ ആണ് സത്യം. എന്താണ് തീൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അത്തിപ്പഴം. തീൻ എന്നുള്ളത് അത്തിപ്പഴത്തിൻ്റെ അറബി വാക്കാണ്. വസ്സൈത്തൂൻ, അതുപോലെ ജൈത്തൂനാണ് സത്യം. അപ്പോൾ ഈ രണ്ട് പഴങ്ങളെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്യുന്നത്. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ പേരിലാണ് സത്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശേഷപ്പെട്ട രണ്ട് വസ്തുക്കളായിരിക്കും ഇത് രണ്ടും. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അത്തിബിയാൻ ഫി അഖ്സാമിൽ ഖുർആൻ എന്ന കിതാബിലും അതുപോലെ മറ്റു പല ഉലമാക്കളും തഫ്സീറുകളിലൊക്കെ വിശദീകരിച്ചത് കാണാം. അത്തിപ്പഴം എന്ന് പറയുന്നത് വളരെ ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങൾ വിശദീകരിച്ചത് കാണാം. അത് കാഴ്ചയിൽ ഭംഗിയുള്ളതാണ്, അതുപോലെ തന്നെ രുചിയുള്ളതാണ്, അതുപോലെ അതിൽ നിന്ന് ഒന്നും കളയാനില്ല. സാധാരണ ഏത് പഴം കഴിക്കുമ്പോൾ അതിലൊരു കുരു ഉണ്ടാവും, വിത്തുണ്ടാവും. അതതിൻ്റെ വിത്തൊക്കെ നമ്മൾ തിന്നും, ഇത്രയും ചെറുതാണ് വിത്ത്. അങ്ങനെ പല നിലക്കും വിശേഷപ്പെട്ട ഒരു പഴമാണ് തീൻ എന്ന് പറയുന്നത്. നമ്മളത് ഉണങ്ങിയ രൂപത്തിലാണ് സാധാരണ കാണുന്നത്. അത് അല്ലാത്ത രൂപത്തിൽ, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ അതിൻ്റെ ഭംഗി മനസ്സിലാകും, അതിൻ്റെ രുചി മനസ്സിലാകും. അതുപോലെ
ഔഷധ ഗുണങ്ങളുണ്ട് എന്നും വിശദീകരിച്ചത് കാണാം. ജെയ്ത്തൂൻ, ജെയ്ത്തൂനും അതുപോലെ തന്നെയാണ്. ജെയ്ത്തൂൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് ജെയ്ത്തൂൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ചെടികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, അല്ലാഹു മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ജെയ്ത്തൂൻ. വഹുവല്ലദി അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്തിൻ വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു വസ്സൈതൂന വറുമ്മാൻ. അല്ലാഹു തആല അവനാണ് ഭൂമിയിൽ എല്ലാ ചെടികളെയും മുളപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു വസ്സൈതൂന, ജെയ്ത്തൂൻ, വറുമ്മാൻ, അതുപോലെ റുമ്മാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സസ്യങ്ങളിൽപ്പെട്ടതാണ് ജെയ്ത്തൂൻ. ഈത്തപ്പനയും ജെയ്ത്തൂനും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട രണ്ട് പഴങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ തീനിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ഉപയോഗപ്പെടുന്ന വസ്തുവാണ്. പല തരത്തിൽ ഉപയോഗപ്പെടുന്ന ഒരു വസ്തുവാണ് ജെയ്ത്തൂൻ. അത് പണ്ട് കാലത്ത് പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ധാന്യങ്ങളുണ്ടാവും, അതിൻ്റെ കൂടെ ജെയ്ത്തൂനും, കറിയായിട്ട് ജെയ്ത്തൂൻ. അങ്ങനെയാണ് ജെയ്ത്തൂൻ്റെ എണ്ണ അത് കറിയായിട്ട് ഉപയോഗിക്കും. ഖുർആനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹ്നി വസിബ്ഗൻ ലിൽ ആകിലീൻ. വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ, ഈ തൂറു സൈന എന്ന് പറയുന്ന പ്രദേശം, ഇത് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിച്ച തൂർ പർവ്വതം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ ഈജിപ്തിൻ്റെയും ഫലസ്തീൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ഈജിപ്തിൻ്റെ ഭാഗമാണ് ഇന്ന്. ഫലസ്തീൻ്റെ അതിർത്തിയോടടുത്ത ഈജിപ്തിൻ്റെ ഭാഗമാണ് തൂറു സൈന. അവിടെ വളർന്നു വരുന്ന ആ ചെടിയും അല്ലാഹു തആല മഴ വർഷിപ്പിച്ച് ചെടികൾ മുളക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ. അതിൽ പറഞ്ഞാണ് വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈന തംബുതു ബിദ്ദുഹ്നി, അത് എണ്ണയുമായി മുളച്ചു വരുന്നു. അത് അതിൻ്റെ ഉള്ളിൽ എണ്ണയുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ജെയ്ത്തൂനാണ്. അത് സൂറത്തുൽ നൂറിൽ അല്ലാഹു നൂറു സമാവാത്തി എന്നുള്ള ആയത്തിൽ പറയുന്നുണ്ടല്ലോ. വസിബ്ഗൻ ലിൽ ആകിലീൻ, അതുപോലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് കറി ആയിക്കൊണ്ടും. അപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും ആയിക്കൊണ്ട് മുളച്ചു വരുന്ന ചെടി എന്നാണ് ജെയ്ത്തൂനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളുടെ എല്ലാവിധ ആവശ്യങ്ങളും അതുകൊണ്ടാണ് നടക്കുന്നത്. ഭക്ഷണമായിട്ടും കറിയായിട്ടും വിളക്കധികം എണ്ണയായിട്ടും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നത് ജെയ്ത്തൂനായിരുന്നു. അപ്പോൾ ജെയ്ത്തൂൻ വളരെ ഗുണമുള്ളതാണ്. നിങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും. എനിക്ക് കൂടുതൽ അറിയില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ അറിയുന്നുണ്ടാവും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാർ ജെയ്ത്തൂനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഒരു ആലിമ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള വളരെ പ്രായമുള്ള ഒരാളെക്കുറിച്ച് പറഞ്ഞു. അയാൾ 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ചെറുപ്പക്കാരൊക്കെ ആയിട്ട് അടി കൂടും, അയാൾ ജയിക്കും. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഈ വ്യക്തി പറയുന്നത് അയാൾ ഭക്ഷണം കഴിക്കുന്നതും ജെയ്ത്തൂനാണ്. അതുപോലെ തന്നെ ജെയ്ത്തൂൻ കൊണ്ട് ശരീരത്തിൽ മുഴുവൻ ജെയ്ത്തൂൻ പുരട്ടും, ജെയ്ത്തൂൻ കൊണ്ട് കുളിക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ ഷാമുകാരൻ്റെ ഒരു വ്യക്തിയാണ്. ജെയ്ത്തൂൻ നല്ല യഥാർത്ഥ ജെയ്ത്തൂൻ ഉണ്ടാകുന്ന നാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, കുലു സൈത വദ്ദഹിനു ബിഹി, സൈത്ത് നിങ്ങൾ കഴിക്കുക, അതുകൊണ്ട് ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക, എണ്ണയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് അനുഗ്രഹീതമായ ബറക്കത്തുള്ള ചെടിയാണ്, അതിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വളരെ അനുഗ്രഹീതമായ രണ്ട് സസ്യങ്ങളെക്കുറിച്ച്, രണ്ട് ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഒന്നാമത് സത്യം ചെയ്യുന്നത്. എന്താണ് ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ കാരണം? ഇത് രണ്ടും ഒരേ സ്ഥലത്തുണ്ടാകുന്നതാണ്. ഷാമിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രം. ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, അതുപോലെ മിസ്റിൻ്റെ ഒരു ഭാഗം, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഷാം എന്ന് പറയുന്നത്. അവിടെയാണ് കാര്യമായി തീനും ജെയ്ത്തൂനും, അത്തിപ്പഴവും ജെയ്ത്തൂനും ഉണ്ടാകുന്നത്. ഈ സിറിയയിൽ ജെയ്ത്തൂൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയന്ത്രണങ്ങളുണ്ട്. കാരണം അത്രയും അവിടുത്തെ ആ നാട്ടിലുണ്ടാകുന്ന പ്രകൃതിപരമായി ഉണ്ടാകുന്ന വ്യാപകമായിട്ട് വ്യാവസായികമായിട്ടല്ലാതെ ഉണ്ടാകുന്ന ജെയ്ത്തൂൻ അത്രയും മൂല്യമുള്ളതാണ്. ഏതായാലും ഇത് രണ്ടും ഉണ്ടാകുന്നത് ഈ പ്രദേശത്താണ്. അപ്പോൾ ആ നാടാണ് ഉദ്ദേശിക്കുന്നത്. വത്തീനി ജെയ്ത്തൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാമാണ്. അപ്പോൾ അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുള്ള നാടാണ് ഷാം എന്ന് പറയുന്നത്. സൂറത്ത് സബയിൽ അല്ലാഹു തആല സബയിലുള്ള ആളുകളെക്കുറിച്ച്, സബ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? യമനിലാണ്. ലഖദ് കാന ലിസബഇൻ ഫി മസ്കനിഹിം ആയ എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ സൂറത്ത് സബയിൽ
അള്ളാഹു താല യമനിലുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുക, ഒരു നാടിനെക്കുറിച്ച്, സബ് എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച്. ഇന്നത്തെ മഅരിബ് എന്ന് പറയുന്ന പ്രദേശത്താണ്, അതിനോടടുത്ത പ്രദേശത്താണ് സബ്. അവിടെ ഉള്ള ആളുകൾക്ക് അള്ളാഹു താല പഴയ കാലത്ത് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും അവരുടെ നന്ദികേടിനെക്കുറിച്ചും ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമായിട്ട് പറയുന്നത് വജഅൽനാ ബൈനഹും വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറതൻ വഖദ്ദർനാ ഫീഹാ അസ്സൈർ സീറു ഫീഹാ ലയാലിയ വഅയ്യാമൻ ആമിനീൻ. എന്താണ് പറയുന്നത്? അള്ളാഹു അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് അവരുടെ ആ നാട് മുതൽ വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ, നാം അനുഗ്രഹിച്ച ബറക്കത്ത് ചെയ്ത നാട് വരെ, ഖുറൻ ളാഹിറത്തൻ, ഈ രണ്ട് പ്രദേശങ്ങൾക്കും ഇടയിൽ ധാരാളം ഗ്രാമങ്ങളല്ല. ഖറിയ എന്ന് പറഞ്ഞാൽ പട്ടണമാണ്, മദീന എന്നാണ് ശരിക്ക് അർത്ഥം അറബിയിൽ. ഇന്നത്തെ പ്രയോഗത്തിൽ അത് ഗ്രാമമായി പോയത്, എങ്ങനെയാണ് ഗ്രാമമായതെന്ന് അറിയില്ല. ശരിക്കും അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥം, മദീന എന്നാണ്. അപ്പോൾ അവരുടെ ആ സിറ്റി മുതൽ അൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ, നാം അനുഗ്രഹിച്ച പട്ടണം വരെ, ആ അനുഗ്രഹിച്ച പട്ടണം എന്ന് പറയുന്നത് ഷാമാണ്, ഫലസ്തീനാണ്. അവിടെ വരെ കുറേ നഗരങ്ങൾ ഉണ്ടാക്കി സംവിധാനിച്ചു കൊടുത്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ ഈ സബയിൽ നിന്ന്, യമനിൽ നിന്ന് പുറപ്പെട്ട് ഷാമിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് യാത്ര സുഖമാകുന്നതിന് വേണ്ടിയിട്ട് അവർ പിന്നെ പേടിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ഓരോ സ്റ്റോപ്പുകൾ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിശ്രമിക്കാനും അവർക്ക് നിർഭയമായിട്ട് യാത്ര ചെയ്യാനും വേണ്ടി യമൻ മുതൽ ഷാം വരെ നഗരങ്ങളുണ്ടായിരുന്നു. യമൻ മുതൽ ഷാം വരെ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കണക്കിൽ ഇന്നത്തെ സൗദി അറേബ്യ മൊത്തം കവർ ചെയ്തിട്ടായിരിക്കും അവർ പോകുന്നത്. പിന്നെ വിശ്വാസം വരുന്ന കാലത്ത് അങ്ങനെയല്ല അവസ്ഥ. അന്ന് അവിടെയൊക്കെ വിജനപ്രദേശങ്ങളാണ്, ഇന്ന് തന്നെ വിജനപ്രദേശമാണ്. ഇന്ന് യമൻ മുതൽ ഷാം വരെ ഒരാൾക്ക് പോകാൻ കഴിയില്ല, തുടർച്ചയായി ഒറ്റയടിക്ക് പോകാൻ സാധിക്കില്ല, പ്രയാസമാണ്, റോഡിന് പോകാൻ പ്രയാസമാണ്. അപ്പോൾ അന്ന് വളരെ പുരാതന കാലത്ത് അള്ളാഹു താല ഇതൊക്കെ ഒരു തുടർച്ചയായ നഗരമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഇന്നത്തേക്കാൾ വികസനമുള്ള നാടുകളും പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ആയത്തിൽ വജഅൽനാ ബൈനഹും വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ, അള്ളാഹു തആല അനുഗ്രഹിച്ച നാട് എന്നാണ് ഫലസ്തീനെ കുറിച്ച് പറഞ്ഞത്, ഷാമിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അഖ്സ ഇലൽ മസ്ജിദിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലതി ബാറക്നാ ഫീഹാ. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള നാടാണ് ബൈത്തുൽ മഖ്ദിസും ഷാമും. പൊതുവെ ഷാമിനെ കുറിച്ച് ധാരാളം ഹദീസുകൾ കാണാം. ഇദാ ഫസദ അഹ്ലു ഷാമി ഫലാ ഖൈറ ഫീക്കും, ഷാമിലെ ആളുകൾ മോശമായാൽ പിന്നെ നിങ്ങളൊരു ഖൈറുമില്ല, എന്നാൽ അത്രയും നല്ലവരാണ് എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലം വരെ അവരുടെ ഖൈർ നിലനിൽക്കും. ഇടക്കാലത്ത് ചിലപ്പോൾ ചില ദൗർബല്യങ്ങൾ അവർ ബാധിച്ചേക്കാം, പക്ഷേ അവസാന കാലത്ത് അവരുടെ അവസ്ഥ നല്ലതായിരിക്കും എന്ന് ഹദീസുകൾ, ധാരാളം ഹദീസുകൾ കാണാം ഷാമിനെ കുറിച്ച്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി നിങ്ങൾക്ക് അറിയപ്പെട്ട മുഹദ്ദിസ്, അദ്ദേഹം പറഞ്ഞത് കാണാം, അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തെയും കൊണ്ട് ഹിജ്റ പോയതാണ്. അവർ റഷ്യക്കാരാണ്, ഷെയ്ഖ് അൽബാനിയക്കാരാണ്. അവിടെ നിന്ന് ഷാമിലേക്ക് ഹിജ്റ പോകാൻ കാരണം ഈ ഹദീസുകളൊക്കെ കണ്ടിട്ട് പോയതാണ് എന്ന് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളിലും പറയുന്നത് കാണാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ അനുഗ്രഹീതമായ പ്രദേശമാണ് ഷാം എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഇത്രയും ബർക്കത്തുണ്ടാവാനുള്ള കാരണം? ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലാഹു തആല ധാരാളം നബിമാരെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹദീസുകൾ കാണാം, ഈ ഉമ്മത്തിൽ ഉലമാക്കൾ ഉള്ളതുപോലെയായിരുന്നു ബനി ഇസ്രായേലിൽ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. ബനി ഇസ്രായേലാണ് ഫലസ്തീൻകാരെന്ന് പറയുന്നത്. ഇസ്ഹാഖ് അലൈഹിസ്സലാം അവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്കറിയാം, യാക്കൂബ് അലൈഹിസ്സലാം നബി, അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം നബി. ചില റിവായത്ത് പ്രകാരം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ മൊത്തം നബിമാരാണ്, 12 പേര്. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവരുടെ മക്കളിൽ ധാരാളം അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ബർക്കത്തുണ്ടാവാനുള്ള കാരണം. ഈ നാടാണ് ഉദ്ദേശിക്കുന്നത്, വത്തീനി വസ്സൈത്തൂൻ. അപ്പോൾ അവിടെ വന്ന നബി ആരാണ്? ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമാണ് ഫലസ്തീനിൽ വന്നിട്ടുള്ള നബി. വേറെ നബിമാരുണ്ട്, ഈസാ അലൈഹിസ്സലാമിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നബിമാർ ഈസയും മൂസയുമാണ് അലൈഹിമുസ്സലാം. അവർ ഉലുൽ ആസ്മിൽപ്പെട്ടവരാണ്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈസാ അലൈഹിസ്സലാമാണ് എന്ന് മനസ്സിലാക്കാം. അഥവാ ഈസാ അലൈഹിസ്സലാം വന്ന നാടാണ് സത്യം. വതൂരി സീനീൻ, തൂർ സീനീൻ എന്ന് പറഞ്ഞാൽ സൈന എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. ഇന്നത്തെ ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷാമാണ് യഥാർത്ഥത്തിൽ, അത് ഷാമിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ ഈജിപ്തിൻ്റെയും ഫലസ്തീൻ്റെയും ഇടയിൽ രാഷ്ട്രീയപരമായി ഈജിപ്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നിൽക്കുന്ന പ്രദേശമാണ് തൂർ സൈന എന്ന് പറയുന്നത്.
അവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിച്ചത്. അള്ളാഹു താല മൂസാ നബി അലൈഹി സ്വലാമിനെ അങ്ങോട്ട് വിളിക്കുകയും അവിടെ വെച്ച് അള്ളാഹു താലയുമായി മൂസാ നബി അലൈഹി സ്വലാം സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും ജബൽ മൂസ എന്ന പേരിൽ ആ മല അവിടെ കാണാൻ പറ്റും. മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ജബലു മൂസ എന്നാണ് അറിയപ്പെടുന്നത്. ഈ തൂർ സീന പർവ്വതത്തെക്കുറിച്ച് പറയാൻ കാരണം നമ്മൾ പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ റിസാലത്ത് ഇറങ്ങിയ സ്ഥലമാണ്. വഹാദൽ ബലദിൽ അമീൻ, ഈ നാടും നിർഭയത്വമുള്ള ഈ നാടും തന്നെയാണ് സത്യം. എന്താണ് നിർഭയത്വമുള്ള നാട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? മക്ക. അപ്പോൾ മക്കയുടെ പ്രത്യേകത അൽ ബലദുൽ അമീൻ, നിർഭയത്വത്തിൻ്റെ നാടാണ്, അമ്മിൻ്റെ നാടാണ് മക്ക എന്ന് പറയുന്നത്. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ, നിർഭയത്വമുള്ള ഹറം. ഹറം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണ്? സാങ്ച്വറി എന്നാണ്, അതായത് സംരക്ഷിത പ്രദേശം. അവിടെ പുറത്ത് ഹലാലായ കാര്യങ്ങൾ പോലും അവിടെ ഹറാമായിരിക്കും. അങ്ങനെ അള്ളാഹു സംരക്ഷിച്ച സ്ഥലമാണ്. അല്ലെ, സാധാരണ പല കാര്യങ്ങളും അതിൽപ്പെട്ടതാണ് കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എടുക്കാൻ പാടില്ല. പുറത്ത് നമുക്ക് കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് പരസ്യപ്പെടുത്തിയാൽ മതി. ഒരു വർഷം പരസ്യപ്പെടുത്തിയിട്ട് പിന്നെ നമുക്ക് സ്വന്തമാക്കാം. ഹറമിലെ അങ്ങനെ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ സ്വന്തമാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ വെച്ച് രക്തം ചിന്താൻ പാടില്ല. മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന സൂറത്തിൽ. അവിടെ ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല. അഥവാ പുറത്ത് നിന്ന് കുറ്റം ചെയ്തിട്ട് ഹറമിൻ്റെ ഉള്ളിൽ കിടന്ന ആളെ അവിടെ വെച്ച് ശിക്ഷിക്കാൻ പറ്റില്ല. ഹറമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ മസാലകൾ നമ്മളോട് വിശദീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സുരക്ഷിതമായ പ്രദേശമാണ് ഹറം എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ജാഹിലിയ കാലത്ത് നമ്മൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൗ റഅയ്തു ഖാത്തില അൽ ഖത്താബ് ഫിൽ ഹറം ലമാ ആദൈതുഹു, എൻ്റെ ഉപ്പ ഖത്താബിനെ ഒരാൾ കൊല്ലുകയും എന്നിട്ട് ഹറമിൽ കയറുകയും ചെയ്താൽ ഞാൻ അവനെ ഒന്നും ചെയ്യുകയില്ല, ഉപദ്രവിക്കുകയില്ല. അങ്ങനെ പല സഹാബത്തും പറഞ്ഞത് കാണാം. അതും കടന്ന് ഹറമിൻ്റെ ഈ സുരക്ഷിതാവസ്ഥ, അതിൻ്റെ വിശാലത എത്ര വരെ എത്തി? ഹറമുകാരായ ആളുകൾ, മക്കയിൽ ജീവിച്ചിരുന്ന ഖുറൈശികൾ, അവർ പുറത്തെവിടെയെങ്കിലും പോയാൽ അവരാരും ഉപദ്രവിക്കുമായിരുന്നില്ല. അങ്ങനെ നിയമമൊന്നുമില്ല, പക്ഷെ അവർ ഹറമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അവരാരും ഉപദ്രവിക്കുമായിരുന്നില്ല ജാഹിലിയ കാലത്ത്. അപ്പോൾ അത്രയും അമ്മിനുള്ള പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു തആല ഇന്നും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അങ്ങനെ തന്നെ നിലനിർത്തുമാറാകട്ടെ. ഈ 3 പ്രദേശങ്ങളും എടുത്തു പറയാൻ കാരണം ഈ 3 പ്രദേശത്തും ഏറ്റവും പ്രധാനപ്പെട്ട 3 നബിമാർ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ, അതുപോലെ തൂർ സീനയിൽ മൂസ അലൈഹി സ്വലാം, ഷാമിൽ ഈസ അലൈഹി സ്വലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളാണ് ഇവരെല്ലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടികളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാമും ഈസാ നബി അലൈഹി സ്വലാമൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതി പരമ്പരയിലുണ്ടതാണ്. ബനു ഇസ്രായേലിൽപ്പെട്ടവരാണ് ഈസയും മൂസയും. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ബനു യാക്കൂബാണ്. യാക്കൂബിൻ്റെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് അലൈഹി സ്വലാം ഇബ്രാഹിം നബീൻ്റെ പേരക്കുട്ടിയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കേവലം പേരക്കുട്ടികളെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ നുബുവത്തിൻ്റെ തുടർച്ചയാണ് ഇവരുടെ നുബുവത്തെല്ലാം. നൂഹ് അലൈഹി സ്വലാമോ, നൂഹ് അലൈഹി സ്വലാമിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നൂഹ് അലൈഹി സ്വലാമിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയും അവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഇവരെല്ലാം. ബാക്കിയുള്ള മുശ്രിക്കുകളെല്ലാം വന്ന് പ്രളയത്തിൽ അല്ലാഹു തആല നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 3 റിസാലത്തുകളാണ് ഈ 3 വിഭാഗങ്ങളും. മാത്രമല്ല ഈ 3 പേരുടെയും അനുയായികളാണ് നിലവിലുള്ളത്. ഈ 3 നബിമാരുടെ അനുയായികളാണ് ഭൂമിയിൽ നിലവിലുള്ളത്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളെയും എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. തഖ്വീം എന്ന് പറഞ്ഞാൽ ഘടന, നമ്മൾ പോസ്ചർ എന്നൊക്കെ പറയുന്ന അതിന് തുല്യമായ വാക്കാണ് തഖ്വീം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യനാണ് മഖ്ലൂക്കുകൾ വെച്ച്, ഹൈവാനാത്ത് ജീവനുള്ള മഖ്ലൂക്കുകൾ വെച്ച് ഏറ്റവും നല്ല ഘടനയിലുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ 2 കാലം എഴുന്നേറ്റ് നിൽക്കുന്ന വേറൊരു ജീവിയില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും, മനുഷ്യൻ്റെ ഘടനാപരമായ കാര്യങ്ങൾ മറ്റ് പല ജീവികൾക്കും ഉള്ളതാണ്. ചിരിക്കാൻ കഴിയില്ല മറ്റ് ജീവികൾക്ക്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കൈ, ഇതുപോലെ ഇത്ര കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ മറ്റു മൃഗങ്ങൾക്ക് കഴിയില്ല. അവരുടെ കൈകളൊക്കെ വളരെ നിയന്ത്രിതമാണ്. നമ്മുടെ കൈക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകതയുള്ളതാണ് മനുഷ്യൻ. അതുപോലെ തന്നെ കാമത്ത്, ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്, തല ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നത് മറ്റ് ജീവികൾക്ക് സാധിക്കാത്ത കാര്യമാണ്. അവരൊക്കെ 4 കാലിൽ ഒക്കെ ആണ് നിൽക്കുന്നത്. അവരുടെ ഉയരം കുറവായിരിക്കും. മനുഷ്യന് അവൻ്റെ ഉള്ള ഉയരം മുഴുവനും നേരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘടനാപരമായ പ്രത്യേകതകൾ മനുഷ്യനുണ്ട്. അപ്പോൾ ഈ അഹ്സനു തഖ്വീം എന്ന് പറഞ്ഞത്
കേവലം ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല, ആന്തരികമായ പ്രത്യേകതകളുണ്ട്. അഥവാ മനുഷ്യൻ്റെ അക്കൽ, ബുദ്ധി എന്ന് പറയുന്നത് അത് മറ്റൊരു ജീവിക്കുമില്ല. അല്ലെ, മന്തക്കൽ, മനുഷ്യൻ്റെ നിർവചനം എന്താണ്? മനുഷ്യൻ എന്നുള്ളതിൻ്റെ താരീഫ് ഹയവാനു നാത്തിഖ്. ഹയവാനു നാത്തിഖ് എന്നാണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞാൽ? നാത്തിഖ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് എന്നല്ല. നാത്തിഖ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളത്, അക്കലുള്ളത് എന്നാണ്. അക്കലുള്ള ജീവി. അപ്പോൾ നുത്തക്ക് എന്നുള്ള വാക്ക് ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയുള്ള ഒരേ ഒരു ജീവി, അക്കലുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഫിത്രത്ത്, ഹക്ക് മനസ്സിലാക്കാനുള്ള ഒരു ആന്തരികമായ ബോധം അള്ളാഹു മനുഷ്യനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും ഹക്ക് അവൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഹക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫിത്രത്ത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ആന്തരികമായ പ്രത്യേകതകളാണ്. അതുപോലെ ബാഹ്യമായ ഘടനാപരമായ പ്രത്യേകതകൾ. ഇങ്ങനെ ഹിസ്സൻ വമഅന, ലാഹിറൻ വബാത്തിന, പുറത്തും അകത്തും മനുഷ്യനെ അള്ളാഹു തആല അഹ്സനു തഖ്വീം എന്ന് പറയാവുന്ന രൂപത്തിൽ, ഏറ്റവും നല്ല രൂപം എന്ന് പറയാവുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യൻ എന്ന നിലക്ക് ഒരു പ്രത്യേകതയുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് അള്ളാഹു തആല എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അക്കലെല്ലാ മനുഷ്യനുമുണ്ട്, അതുപോലെ തന്നെ ഫിത്രത്ത് എല്ലാ മനുഷ്യനുമുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ ഈ ഘടന എന്ന് പറയുന്നത് ഇത് എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തആല നൽകിയിട്ടുള്ളതാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, എന്നാൽ പിന്നീട് ഈ മനുഷ്യനെ നാം ഈ ഏറ്റവും നല്ല അഹ്സനു തഖ്വീം എന്നതിൽ നിന്ന് അസ്ഫലു സാഫിലീൻ, അതിൻ്റെ ഏറ്റവും വിപരീതം, അതിൻ്റെ നേരെ വിപരീതം. സാഫിൽ എന്ന് പറഞ്ഞാൽ താഴെയുള്ളവൻ, താഴെയുള്ളവരിൽ ഏറ്റവും താഴേക്ക്, അധമന്മാരിൽ ഏറ്റവും അധമനാക്കി അവനെ മാറ്റുകയും ചെയ്തു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഈ ആയത്തിനെ പറ്റി കുറേ ചർച്ചകളുണ്ട് തഫ്സീറുകളിൽ. രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, മനുഷ്യൻ നല്ല ആരോഗ്യത്തോടെ അതുപോലെ തന്നെ നല്ല ഘടനയിൽ അള്ളാഹു അവനെ സൃഷ്ടിച്ചു. അവനങ്ങനെ അവൻ്റെ ഈ ശരീരത്തിൻ്റെ ഘടനയും അവൻ്റെ ആന്തരികമായ ഈ ഗുണങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്നു. പിന്നീട് പ്രായമാകുമ്പോൾ ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, അർദലുൽ ഉമർ എന്ന് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞ അവസ്ഥയിലേക്ക്, പ്രായാധിക്യം, ഹറം എന്ന അറബിയിൽ പറയും. അല്ലെ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളാണ് അറബിയിൽ. സ്വിബ എന്ന് പറയും, ചെറുപ്പം, തുഫൂലത്ത്, അതുപോലെ സ്വിബ, അത് കഴിഞ്ഞാൽ പിന്നെ ഷബാബ്, അത് കഴിഞ്ഞാൽ കുഹൂലത്ത്, 40 വയസ്സിന് മുകളിൽ കുഹൂലത്ത്, അത് കഴിഞ്ഞാൽ ഷെയ്ഖൂഹ, ഒരു 60-ന് മുകളിൽ, അതും കഴിഞ്ഞ് 70-80 ഒക്കെ ആവുന്നതിനാണ് ഹറം എന്ന് പറയുന്നത്. പറഞ്ഞാൽ എന്തായാലും പറയാം മലയാളത്തിൽ, വാർദ്ധക്യവും കഴിഞ്ഞിട്ടുള്ള, മലയാളത്തിൽ വാക്കുണ്ടോ? മലയാളത്തിൽ വാർദ്ധക്യം വരെയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഹറം എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ ബുദ്ധി നഷ്ടപ്പെടും, അതുപോലെ തന്നെ അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവൻ മടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുതെന്ന്. വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലുൽ ഉമർ, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു അർദലുൽ ഉമർ. എന്താണ് അർദൽ എന്ന് പറഞ്ഞാൽ? റദീൽ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടതെന്നാണ്. പ്രായത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അഥവാ ഏറ്റവും പ്രായം കൂടിയ അവസ്ഥ. അപ്പോൾ ഇത് അത്ര നല്ല കാര്യമല്ല, പ്രായം ഒരുപാട് കാലം ജീവിച്ചിരിക്കുക എന്നുള്ളത്. അതിനർത്ഥം പ്രായമുള്ള ആൾക്കാർ മോശമാണെന്നല്ല, പക്ഷെ അത് ഒരു മുസീബത്താണ്. രോഗം പോലെ, ദാരിദ്ര്യം പോലെ ഒരു മുസീബത്താണ് പ്രായാധിക്യം എന്ന് പറയുന്നത്. അതിന് മുമ്പ് മരിച്ചു പോകുന്നതാണ് നല്ലത്. ഷെയ്ഖൂഹത്ത്, വാർദ്ധക്യം എന്നുള്ളത് മോശമല്ല, അത് നല്ലതാണ്. അല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു രോമം നരച്ചാൽ അത് അവന് ആഖിറത്തിൽ വെളിച്ചമായിരിക്കും എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഇതിന് നിരയെ പുകഴ്ത്തിയിട്ടുള്ള ഹദീസുകളുണ്ട്. നിരയെന്ന് പറയുന്ന ഇസ്ലാമിൽ മോശമല്ല, പക്ഷെ നിരയും കഴിഞ്ഞിട്ടുള്ളതാണ് അർദലുൽ ഉമർ എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടുള്ളതാണ്. വാർദ്ധക്യത്തിൽ നിന്ന്, ഷെയ്ഖൂഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടില്ല. അപ്പോൾ 60-ഉം 70-ഉം ഒക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അങ്ങേയറ്റത്തെ വാർദ്ധക്യം, ഒരാൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതാണ് അർദലുൽ ഉമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ ആരോഗ്യമുള്ള, സുന്ദരനായ, മറ്റെല്ലാ ജീവികളെയും വെല്ലുന്ന ഗുണഗണങ്ങളുള്ള മനുഷ്യൻ വളരെ ദുർബലമായ അവസ്ഥയിലേക്ക്, ആരും ഇഷ്ടപ്പെടാത്ത, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു ഭാരമായി മാറുന്ന അവസ്ഥയിലേക്ക്, നേരെ വിപരീതം, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവനെ നാം മടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, മനുഷ്യൻ അള്ളാഹു അവനെ ബാഹ്യമായും ആന്തരികമായും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, എന്നാൽ ചില മനുഷ്യർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച്, അതുപോലെ തന്നെ അള്ളാഹു നൽകിയ ഈ ബുദ്ധിയും ഫിത്രത്തും ഒക്കെ ഉപയോഗിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാതെ കാഫിറായി ജീവിക്കുന്നു, നന്ദി കെട്ടവനായി ജീവിക്കുന്നു.
ഈ രണ്ടിൽ ഏതാണ് ശരിയായ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാൻ പ്രത്യേകിച്ച് ഈ ആയത്തല്ലാത്ത നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സൂറത്ത്, അതുപോലെ തന്നെ നമ്മുടെ അക്കലും ഇതല്ലാത്ത മറ്റു കൂടുതൽ ദലീലുകളൊന്നും മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തതായി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിൽ തീരുമാനം പറയാനുള്ള ഇൽമ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. അല്ല, തഫ്സീറിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതായിട്ട് കാണാം. തഫ്സീർ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഒന്ന്, എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയുന്ന തഫ്സീറുണ്ട്, എല്ലാവർക്കും അറിയുന്ന തഫ്സീറുണ്ട്. 2, ഉലമാക്കൾക്ക് മാത്രം അറിയുന്നതുണ്ട്. 3, അള്ളാഹുവിന് മാത്രം അറിയുന്ന തഫ്സീറുണ്ട്. അലിഫ് ലാം മീം, അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഉദ്ദേശം മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ചിലരൊക്കെ. അഥവാ ഖുർആന് അറബി അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണ്, എന്നാൽ മനുഷ്യർക്ക് ഇതേ അക്ഷരം ഉപയോഗിച്ച് വേറൊരു ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു വെല്ലുവിളി അതിലുണ്ട് എന്നൊക്കെ. അതിൻ്റെ പൂർണ്ണ അർത്ഥം അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഏതായാലും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ദലീലറിയാതെ ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. രണ്ടാമത്താണ് ആണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്. കാരണം വയസ്സായ ആളുകൾ എന്നായിരുന്നു അർത്ഥമെങ്കിൽ ഈമാനും അമലു സ്സാലിഹാത്തും ഉള്ളവരൊഴികെ അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം വയസ്സായ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് പ്രതിഫലം കിട്ടാത്തതുണ്ടോ? സുമ്മറദിന ഹുസ്ഫല സാഫിലീൻ, മനുഷ്യനെ ഏറ്റവും മോശമാക്കി. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, ഈമാനും അമലു സ്സാലിഹാത്തും ഉള്ളവർ മോശമല്ല, അവരൊന്നും ഒഴിവാണ്. അപ്പോൾ ഉദ്ദേശം വയസ്സായവർ എന്നായിരുന്നെങ്കിൽ വയസ്സായവരിൽ ആ വാർദ്ധക്യത്തിൻ്റെ ദൗർബല്യം, അതിൽ നിന്ന് ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർ ഒഴിവാണ് എന്ന് പറയാൻ പറ്റുമോ? വാർദ്ധക്യം എല്ലാവരെയും ബാധിക്കും, നല്ല ആളെയും മോശം ആളെയൊക്കെ ബാധിക്കും അല്ലേ? പക്ഷേ ഇത്ര സിമ്പിളല്ല കാര്യം. ഇത്ര സിമ്പിളായിരുന്നെങ്കിൽ ഇത്ര വലിയ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല. ഇതൊരു കായികയാണ്, അത് നിങ്ങൾക്ക് പല സ്ഥലത്ത് ഉപയോഗപ്പെടും. അതായത് ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, തഫ്സീറാവട്ടെ, ഫിഖ് ആവട്ടെ, അഖീദ ആവട്ടെ, അഖീദയിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. തഫ്സീറോ ഫിഖോ വേറെ ഏത് വിഷയമാകട്ടെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നിട്ട് ഒരാൾ ഒരു തെളിവ് കൊണ്ടുവരാം, വളരെ വ്യക്തമായ തെളിവ്. ആ തെളിവ് ദുർബലമായിരിക്കും. ഹദീസാണെങ്കിൽ അത് ദഈഫായിരിക്കും. ആയത്താണെങ്കിൽ അത് മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാകും. അധികവും ഉദാഹരണത്തിന് ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതുന്ന സംഭവം 2 ദിവസം മുമ്പ് ഇന്ന് ചോദിച്ചില്ലേ? ഫാത്തിഹ ഓതുന്നത് ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഉറക്കം ഓതേണ്ടതുണ്ടോ, ഇമാം ഉറക്കം ഓതുമ്പോൾ മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഇൽമിയായിട്ടുള്ള യുദ്ധങ്ങൾ. അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്, ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പോരാട്ടം നടന്നിട്ടുള്ളത്. കാരണം എന്താ? കാരണം ഹനഫി മദ്ഹബിൽ ഓതണ്ട, മറ്റുള്ള മദ്ഹബുകൾ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഓതണം. ഇമാം അഹ്മദിന് 2 റിവായത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹനഫികൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനോട് അത് കുറച്ച് മോശമായിട്ടാണ് നമ്മുടെ ആൾക്കാർ കാണുന്നത്. ശരിയല്ല അത്, ആ നിലപാട്. ദലീലായിരിക്കണം നമ്മൾ നോക്കുന്നത്. ഏതായാലും അതിൻ്റെ പേരിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഹനഫികൾക്കെതിരായി ശക്തമായ തെളിവ്, വായടപ്പിക്കുന്ന തെളിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹദീസ് സാധാരണ പറയാറുണ്ട്. അതാണ് ചോദിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഅ്മൂമിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നിൽ ഖുർആൻ ഓതുന്നുണ്ടോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, പിന്നിലുള്ള ആളുകളുടെ ശബ്ദം കാരണം. ഇമാമ് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ഖുർആൻ ഓതുന്നുണ്ടോ? അവർ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഫാത്തിഹ ഒഴികെ. അപ്പോൾ വ്യക്തമായ തെളിവല്ലേ? ഉറക്കവുന്ന റക്കത്തിലാണല്ലോ ഓതാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ ഈ ഹദീസ് ലൈഫായിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷേ നോക്കിയപ്പോൾ ഒരു ശേഖ് ഇതേപോലെ പറയുന്നത് കേട്ട്, അതായത് ഇങ്ങനെ വ്യക്തമായ തെളിവ് കണ്ടാൽ അത് ലൈഫാണെന്ന് നോക്കാതെ തന്നെ പറയാൻ പറ്റും. ഞാൻ ഹദീസിൻ്റെ സനദിൽ ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ ബറും പല മുഹദ്ദിസീങ്ങളും ലൈഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് എന്ന് പറയുന്നത് ആയിരുന്നെങ്കിൽ ഇത്രയധികം മുഫസ്സിരീങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമായിരുന്നില്ല. അവരെന്താണ് പറയുന്നത്? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞാൽ വയസ്സായി ഏറ്റവും മോശമായ അവസ്ഥയിലെത്തി ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ള ആളുകളാണെങ്കിൽ അള്ളാഹു അവരുടെ അമലുകൾ അവർക്ക് എഴുതിക്കൊണ്ടിരിക്കും. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വയസ്സാകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, അതവരെ ബാധിക്കുകയില്ല. അപ്പോൾ മറുപടി ആയില്ലേ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളതാണിത്. അതായത് വയസ്സാവലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്.
അത് വളരെ പ്രബലമായ ഒരു അഭിപ്രായം തന്നെയാണ്, രണ്ടും പ്രബലമായ അഭിപ്രായങ്ങൾ. പക്ഷെ കൂടുതൽ ശരി നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. എന്തുകൊണ്ട്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇനി പറയണ്ട. വേറെ ഇമാം ഇബ്നുൽ ഖയ്യിം ഇതാണ് ശരി എന്ന് പറഞ്ഞ ആളാണ്. അതായത് വാർദ്ധക്യമല്ല ഉദ്ദേശിക്കുന്നത്, പറഞ്ഞ പോലെ രണ്ടാമത് പറഞ്ഞ അഭിപ്രായം, അഥവാ നല്ല അവസ്ഥയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ട് പിന്നീട് കാഫിറായി പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം അതിന് 10 തെളിവുകൾ പറയുന്നുണ്ട്, 10 വജ്ഹിൽ അത് തെളിയിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കുറേ വജ്ഹ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അതിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് അതൊക്കെ പോയി. പക്ഷെ എന്നാലും ഇബ്നുൽ ഖയ്യിം പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ചായിരുന്നെങ്കിൽ, വാർദ്ധക്യം എന്ന് പറയുന്ന കാര്യത്തെ അസ്ഫലു സാഫിലീൻ, ഏറ്റവും മോശമായ അവസ്ഥ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ മോശമായ, അതായത് ഒരാൾക്ക് കുറ്റമുള്ള കാര്യമല്ലല്ലോ വാർദ്ധക്യം എന്ന് പറയുന്നത്, ഒരാളുടെയും പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതല്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അസ്ഫലു സാഫിലീൻ എന്നൊരു പ്രയോഗം അത് ഖുർആനിലോ സുന്നത്തിലോ വേറെ എവിടെയും വന്നിട്ടില്ല വാർദ്ധക്യത്തെക്കുറിച്ച്. അത് നല്ലൊരു ന്യായമാണ്. രണ്ടാമത്തെ ഒരു ന്യായം, മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചു, എന്നിട്ട് നാം അവനെ അസ്ഫലു സാഫിലീനിലേക്കാക്കി എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും വാർദ്ധക്യം വരുമോ? എല്ലാവർക്കും വരില്ല എന്ന് മാത്രമല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് വരുള്ളൂ. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള വാർദ്ധക്യം, അങ്ങേയറ്റത്തെ വാർദ്ധക്യം, അത് വരുന്നത് കുറച്ച് ആൾക്കാർക്കായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60 മുതൽ 70 വരെയാണ്. വ അഖല്ലുഹും മൻ യജൂസു ദാലിക്, അതിൽ വളരെ കുറച്ച് പേരെ പുറത്തു പോവുകയുള്ളൂ, 70 കടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രം വരുന്നൊരു കാര്യത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് പൊതുവായി പറയുമോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തെളിയിക്കുന്നുണ്ട്. അതുപോലെ ഇബ്നു കസീറും അങ്ങനെയുള്ള പല മുഫസ്സിറുകളും ഈ അഭിപ്രായക്കാരാണ്. അതാണ് ശരി ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാഫിര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നല്ല ഘടനയിലൊക്കെ സൃഷ്ടിച്ചിട്ടും അവർ അള്ളാഹു നന്ദി കാണിക്കുന്നില്ല. മറ്റെല്ലാ മൃഗങ്ങളെക്കാളും ആദരവ് നൽകിയിട്ടും അവരത് നന്ദി കാണിക്കുന്നില്ല. അള്ളാഹു കാഫിറാക്കുന്നതോ? അപ്പോൾ കാഫിറാക്കുക എന്ന് പറയുമ്പോൾ അത് അവർ ചെയ്യുന്നതാണ്, വാർദ്ധക്യം അള്ളാഹ് ചെയ്യുന്നതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കാഫിറാവുക എന്നുള്ളത് അവരുടെ പ്രവൃത്തിയാണ്. സുമ്മ റദദ്നാഹു എന്ന് പറയുമ്പോൾ അള്ളാഹ് ചെയ്തതാണല്ലോ, അല്ലേ? അത് പറയാം, പക്ഷേ അതിന് വളരെ എളുപ്പത്തിൽ മറുപടി പറയും. കാരണം മനുഷ്യന്മാരുടെ പ്രവൃത്തിയൊക്കെ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നതല്ലേ. ചേർത്തി പറയാൽ അവർക്കാണ്. പക്ഷേ അല്ലാതെയും വന്നിട്ടുണ്ടല്ലോ, ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. എന്തായാലും ഈ 2 അഭിപ്രായത്തിനും ബലമുണ്ട്. രണ്ടും മുഫസ്സിറുകളും അഹ്ലുസുന്നത്തിൽപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആശയമാണ് എന്നതാണ് റാജിഹായിട്ട് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. ഇബ്നു കസീറൊക്കെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ആദരവ് അത് തള്ളിക്കളഞ്ഞവരാണ് നിഷേധികളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. അവർ പറയും വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരു ആദരണീയമായ സ്ഥാനമുണ്ട്, എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അത് ശരിയല്ല. കാരണം ആ ആദരവിനെ അവരുപയോഗപ്പെടുത്തിയില്ല. അള്ളാഹു ആദരവ് നൽകി. അള്ളാഹുവിൻ്റെ ആദരവ് അവരുടെ ശരീരത്തിലും അവരുടെ അക്കലിലും അവരുടെ ഫിത്രത്തിലുമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അവരുടെ നിഷേധം കൊണ്ട് വിലയില്ലാതാക്കി. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, ഈമാനും അമലു സ്സാലിഹാത്തും ഉള്ളവരൊഴികെ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ, ഒരിക്കലും അറ്റുപോകാത്ത. മന്ന് എന്ന് പറഞ്ഞാൽ അൽ ഖത്അ എന്നൊരർത്ഥമുണ്ട്. മന്ന് എന്നതിൻ്റെ വേറെ അർത്ഥം എന്താ? എടുത്തു പറയുക. നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്തത് എടുത്തു പറയുക. വേറെ അർത്ഥം എന്താ? ഉപകാരം ചെയ്യുക. ഒരു ഉപകാരം ചെയ്യുന്നതിന് മന്ന എന്ന് പറയും. ഇന്ന ഹാദാ അതാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് ബലില്ലാഹു യമുന്നു അലൈക്കും. അവിടെ ഔദാര്യം എന്നാണ് അവിടെ അർത്ഥം. ഇന്ന ഹാദാ അതാഉന, അല്ലാഹു തആല സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതാണ്, ഇത് ഞാൻ നിനക്ക് നൽകുന്ന ദാനമാണ്. ഫംനുൻ, അതുകൊണ്ട് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഔ അംസിക്, അല്ലെങ്കിൽ കൊടുക്കാതെ പിടിച്ചു വെക്കുക, ബിഗൈരി ഹിസാബ്, ഹിസാബില്ല, നിനക്ക് സ്വതക്ക ചെയ്യാം ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞു. ഔദാര്യം എന്നുള്ള അർത്ഥത്തിൽ എവിടെയാണ് വന്നിട്ടുള്ളത്? വലാകിന്നല്ലാഹ യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ,
നിങ്ങൾ മുസ്ലിമായി എന്നുള്ളത് നിങ്ങൾ ചെയ്തൊരു ഔദാര്യമായിട്ട് നബിയോട് ഔദാര്യം ചെയ്തു എന്ന നിലക്ക് പറയരുത്. വലാക്കിൻ അല്ലാഹു യമുന്നു അലൈക്കും, അള്ളാഹു നിങ്ങളോട് ഔദാര്യം ചെയ്തതാണ്. അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങൾ മുസ്ലിമാക്കി എന്നുള്ളത്. ഇപ്പോൾ മന്ന് എന്നുള്ള വാക്കിന് അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സലഫുകൾക്കിടയിൽ. ചിലർ പറഞ്ഞു ഒരു ഔദാര്യവുമില്ലാത്ത പ്രതിഫലം, അഥവാ അള്ളാഹു സ്വർഗത്തിൽ കണക്കില്ലാതെ കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്, അതൊരു ഔദാര്യമായി അള്ളാഹു എടുത്തു പറയുകയില്ല, അവിടെ വെച്ച് അവരെ വിഷമിപ്പിക്കുകയില്ല എന്നൊരു അഭിപ്രായം ചില താപീയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് ശരി? ഏതായിരിക്കും? മാഷാ അല്ലാ. أيوة هذا أكثر الراجح، لا أقول أكثر لكن الراجح المقصود الكفار خلقهم الله في أحسن تقويم، بمعنى أنه أعطاهم العقول والفطرة ولكن لم يستفيدوا منها، ردهم الله إلى أسوأ الحالات. هذا المقصود. نعم الكفار. بارك الله فيك. حياكم. അപ്പം ഇതിലേതാണ് ശരി? മലയാളം മുറിഞ്ഞു പോകാത്തത്, മുറിഞ്ഞു പോകാത്തതാണ് ശരി. ഗൈറു മംനൂൻ ഐ ഗൈറു മൻഖൂസ്. എന്തുകൊണ്ടാണ്? കാരണം മറ്റുള്ള അഭിപ്രായം പറഞ്ഞവർ, അതായത് അള്ളാഹു അവർക്ക് ഈ പരലോകത്ത് സ്വർഗത്തിൽ നൽകുന്ന നിഅമത്തുകൾ അതെടുത്ത് പറഞ്ഞ് ഒരു മിന്നത്ത്, ഞാനിതാ നിങ്ങൾക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞവർ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അങ്ങനെ എടുത്തു പറയുന്നത് അള്ളാഹു തആല നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. അപ്പോൾ അള്ളാഹു പരലോകത്തും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് ശരിയാണോ? ശരിയല്ല. കാരണം എടുത്തു പറയുക എന്നുള്ളത് എന്തുകൊണ്ടാണ് മോശമാക്കിയത്? അതിനെന്തുകൊണ്ടാണ് വിലക്കിയത്? കാരണം അത് ഹഖീഖത്തല്ല. ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിട്ട് ഞാനത് എടുത്തു പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഉപകാരം ചെയ്തത് എൻ്റെ കഴിവാണോ? അല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. എനിക്കതിൽ ഹക്കില്ല അങ്ങനെ എടുത്ത് പറയാൻ, അതുകൊണ്ടാണ്. പക്ഷെ അള്ളാഹുവിന് ഹക്കുണ്ട്. അപ്പോൾ ഹക്കുള്ള അവസ്ഥയിൽ ഒരാൾ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ അത് എന്തല്ല, തെറ്റല്ല. അള്ളാഹു തആല എടുത്ത് പറയുന്നത് തെറ്റല്ല. അതുകൊണ്ട് വിഷമവും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ തെളിവെന്താണ്? സ്വർഗത്തിൽ വെച്ച് സ്വർഗാവകാശികൾ പറയുന്നൊരു വാക്ക് സൂറത്ത് തൂറിൽ കാണാം. ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ് സമൂം. അള്ളാഹു നമുക്ക് ഔദാര്യം നൽകിയിരിക്കുന്നു, നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സ്വർഗം കൊടുത്തതിനെ ഒരു ഔദാര്യമായിട്ട് അവരെന്നെ എടുത്ത് പറയാണ്. അവർക്ക് വിഷമമുണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പറയില്ലല്ലോ. നമ്മളിത് അധ്വാനിച്ച് സ്വർഗം നേടിയിരിക്കുന്നു എന്നല്ലേ പറയാം. അങ്ങനെയല്ല അവർ പറയുന്നത്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ടും അവർ പറയുന്നത് ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ് സമൂം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വിഷമമില്ല. അതുകൊണ്ട് തന്നെ ഗൈറു മൻഖൂസ് എന്നുള്ളതാണ് ശരി. ഇനി ഈ അഭിപ്രായ വ്യത്യാസം ഇത് സലഫുകൾക്കിടയിലുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. രണ്ടഭിപ്രായം എടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മർജൂഹായ അഭിപ്രായം, അതായത് മിന്നത്തില്ല എന്നുള്ള ഈ അഭിപ്രായം, അള്ളാഹു എടുത്ത് പറഞ്ഞ് വിഷമിപ്പിക്കുകയില്ല എന്നുള്ളത്, അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ ആ അഭിപ്രായ വ്യത്യാസം മുതലെടുത്തുകൊണ്ട് ഒരു വിദേഹത്തിൻ്റെ കക്ഷികൾ കടന്നു വന്നിട്ടുണ്ട്. ആരായിരിക്കും? ഖദരിയാക്കൾ. കാരണം ഖദരിയാക്കളുടെ വാദം എന്താണ്? മനുഷ്യൻ്റെ അമലുകൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്, അള്ളാഹുവിന് അതിൽ യാതൊരു റോളുമില്ല എന്നാണ് അവരുടെ വാദം. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. എന്താണ്? പരലോകത്ത് വെച്ച് അള്ളാഹു പ്രത്യേകിച്ച് മിന്നത്തൊന്നും എടുത്ത് പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു എന്ന് പറയുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നത് മനുഷ്യൻ അധ്വാനിച്ചിട്ടാണ്, മനുഷ്യൻ്റെ അമലുകൾ മനുഷ്യൻ സ്വയം സൃഷ്ടിക്കുന്നതാണ്, അതിൽ അള്ളാഹുവിൻ്റെ മശീഅത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നവർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞ എല്ലാവരും ഖദരിയാക്കളെന്നല്ല, പക്ഷെ ഖദരിയാക്കൾ ഈ അഭിപ്രായത്തെ മുതലെടുത്തിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? വ്യക്തമായ ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യദ്ഖുല അഹദുകുമുൽ ജന്നത ബിഅമലിഹി. സ്വന്തം അമൽ കൊണ്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി. താങ്കളും എന്ന് ചോദിച്ചപ്പോൾ ഞാനും, എനിക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ പൊതിഞ്ഞാലൊഴികെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ധാരാളം തെളിവുകൾ മനുഷ്യൻ്റെ അമലുകളെ മനുഷ്യനിലേക്ക് തന്നെ ചേർത്തി പറയുന്ന ധാരാളം അമലുകൾ, അഥവാ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ. വമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മനുഷ്യന് ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലാണെന്ന് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോൾ ഇബാദത്ത് എന്ന പ്രവൃത്തി മനുഷ്യൻ ചെയ്യുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ അമലുകൾ അത് മനുഷ്യൻ ചെയ്യുന്നതാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മുമ്പ് നമ്മൾ പറഞ്ഞ അസ്ഫലു സാഫിലീൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം മാലിക് പറയുന്ന ഒരു ആസർ അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇമാം മാലിക് റഹിമഹുല്ലാ അത് വിശദീകരിച്ചത് കാണാം. അത് തർത്തീബുൽ മദാരിക് എന്ന് പറയുന്ന കിതാബിൽ ഖാദി അൽ ഇയാദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചത് കാണാം. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ, അദ്ദേഹം അറിയപ്പെട്ട ഫഖീഹാണ്, മദീനയിലുണ്ടായിരുന്നത്. അദ്ദേഹം ഇമാം മാലിക്കിനോട് ചോദിച്ചു, യാ മാലിക് മനിസ് സഫല, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടന്മാരായിട്ടുള്ള ഏറ്റവും നീചന്മാരായിട്ടുള്ള ആളുകൾ ആരാണ്? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, അല്ലദീന യബീഊന ദീനഹും ബിദ്ദുനിയ, ദുനിയാവ് കൊണ്ട് ദുനിയാവിന് പകരം ദീൻ വിൽക്കുന്നവരാണ്, അഥവാ ദുനിയാവിന് വേണ്ടി ദീൻ കളയുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റബീഅ വീണ്ടും ചോദിച്ചു, ഇമാം മാലിക്കിൻ്റെ ഉസ്താദാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും, ഇമാം മാലിക് ചെറിയ കുട്ടിയായപ്പോൾ ഉമ്മ ഇമാം മാലിക്കിന് ഇമാമൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പറഞ്ഞയച്ച്, ഇദ്ഹബ് ഇല റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല അൻ തതഅല്ലമ മിൻ ഇൽമിഹി, റബീഅത്തിൻ്റെ അദബ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ്. അപ്പോൾ ചോദിച്ചു, മൻ സഫലത്തു സഫല, ആരാണ് നീചന്മാരിൽ ഏറ്റവും നീചന്മാർ, അതിനേക്കാൾ മോശമുള്ളവരാരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ യബീഉ ഗൈറുഹു മൻ യബീഉ ദീനഹു ബിദുനിയ ഗൈരിഹി, മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ദീൻ വിൽക്കുന്നവർ. എന്നിട്ട് റബീ അത് വിശദീകരിച്ചു കൊടുത്തു, ഇന്നൽ മുശ്രിക്കീന, ഇമാം മാലിക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുശ്രിക്കീന അദല്ലത്ഹും അഇമ്മത്തുഹും വസവ്വല ലഹും ഇബാദത അൽ അസ്നാം ലിയനാലു ഖിയാദത്തഹും, മുശ്രിക്കുകൾപ്പെട്ട നേതാക്കന്മാർ അവരവരിൽപ്പെട്ട സാധാരണക്കാരെ പഠിപ്പിച്ചു, വിഗ്രഹാരാധനയൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? അവരുടെ നേതൃത്വം നിലനിൽക്കാൻ വേണ്ടി. കാരണം ഈ വിഗ്രഹം ഈ നേതാവിൻ്റേതാണ്, നേതാവാണത് ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ ആരാധിക്കുന്നവരൊക്കെ ഇവൻ്റെ അനുയായികളായി മാറും. അങ്ങനെ ഈ ആരാധിക്കുന്നവന് ആഖിറവും നഷ്ടപ്പെടുകയാണ്, ദുനിയാവും നഷ്ടപ്പെടുകയാണ്. ഈ മുതലാളിക്ക് ദുനിയാവെങ്കിലും കിട്ടുന്നുണ്ട്, അവൻ്റെ നേതൃത്വം നിലനിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള മുശ്രിക്കുകളെ നോക്കിയാൽ ഇതേ അവസ്ഥ തന്നെയാണ്. മുശ്രിക്കുകൾപ്പെട്ട സാധാരണക്കാരുടെ അവസ്ഥയാണ് വളരെ കഷ്ടം. അവർക്ക് ദുനിയാവുമില്ല ആഖിറത്തുമില്ല എന്നുള്ള അവസ്ഥയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് റബീഅ റഹിമഹുല്ല വിശദീകരിച്ചത് കാണാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഈ അർത്ഥവുമായിട്ട് യോജിച്ച് വരുന്നുണ്ട്. അസ്ഫലു സാഫിലീൻ എന്നുകൊണ്ട് ഉദ്ദേശം കുഫാറുകളാണ് എന്നുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഈ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നുള്ളത് മറ്റൊരു സൂറത്തിലും കൂടിയുണ്ട്, സൂറത്ത് അമ്മയിൽ. എവിടെയാണ്? ഇൻഷിഖാഖിലുണ്ട്, പിന്നെ വൽ അസ്ർ, അല്ലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? ഇവിടെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, രണ്ട് കാര്യങ്ങൾ. അവിടെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, 4 കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? അപ്പം 4 കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കാണ് സൂറത്തുൽ അസ്റിൽ രക്ഷയുള്ളൂ. ഓക്കെ, ഇവിടെ 2 കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെട്ടു. ഒരു വശത്ത് ഈ കാര്യങ്ങൾ, ഒരു സ്ഥലത്ത് 2, ഒരു സ്ഥലത്ത് 4 അല്ലേ? രക്ഷപ്പെടാൻ വേണ്ട സംഗതികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് പകരം കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? സൂറത്തുൽ അസ്റിൽ ഖുസ്ർ എന്നാണ് പറയുന്നത്, നഷ്ടം. നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും, ഖസാറത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെയോ അസ്ഫലു സാഫിലീൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് സൂറത്ത് തീനിൽ കിട്ടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്നത്. ചെയ്യുന്നത് സൂറത്ത് തീനിൽ 2 കാര്യം, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് 2 കാര്യം. സൂറത്തുൽ അസ്റിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, 4 കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ കിട്ടുന്നതോ സൂറത്ത് തീനിൽ അസ്ഫലു സാഫിലീൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും, സൂറത്തുൽ അസ്റിൽ ഖസാറത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ ഇതിലേതാണ് വലുത്? അതായത് അസ്ഫലു സാഫിലീനാണോ ഖസാറത്താണോ വലുത്? ഏതാ? അസ്ഫലു സാഫിലീൻ. അതായത് ഏറ്റവും മോശമായ അവസ്ഥ ഏതാണ്? അസ്ഫലു സാഫിലീൻ, ഏറ്റവും നീചമായ അവസ്ഥ. ഖസാറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖസാറത്തിലാണ്. ഇപ്പോൾ സുന്നത്ത് ആയിട്ടുള്ള ഇബാദത്തുകൾ ഒഴിവാക്കിയ ആൾ വരെ ഖസാറത്തിലാണ്. ഏതെങ്കിലും ഒരു മാസിയത്ത് ചെയ്താൽ അവൻ ഖസാറത്തിലാണ്. അസ്ഫലു സാഫിലീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായത്. അതിൻ്റെ താഴെ പിന്നെ ഇല്ല, അസ്ഫൽ എന്ന് പറഞ്ഞാൽ തന്നെ സൂപ്പർലേറ്റീവാണ്, അസ്ഫലു സാഫിലീൻ. അപ്പോൾ അസ്ഫലു സാഫിലീൻ നിന്ന് രക്ഷപ്പെടാൻ 2 കാര്യങ്ങൾ മതി, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഖസാറത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഒരു നഷ്ടവും വരാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, 4 കാര്യങ്ങളാണ്. അപ്പോൾ ഖുർആനിൽ ഓരോ വാക്കും ഉദ്ദേശപൂർവ്വം പ്രയോഗിക്കുന്നതാണ്, വെറുതെ അല്ല.
ഇത് പറഞ്ഞിട്ടുള്ളത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അത്തിബിയാൻ ഫി അഖ്സാമിൽ ഖുർആൻ എന്നുള്ള കിതാബിൽ പറഞ്ഞിട്ടുള്ള ഫായതയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഗൈറു മൻഖൂസ്. ഞാൻ പറഞ്ഞു ഗരീബായ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിസ്കാരത്തിൽ ഇത് ഓതുമ്പോൾ വത്തീനി ഓതുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക ഈ മംനൂൻ എന്നുള്ള വാക്ക് മാത്രമേ ഇരിക്കും ഈ സൂറത്തിൽ. ആ ഒരു വാക്ക് ഓർത്ത് വെച്ചാൽ അത് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ഓർത്ത് വെക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ സൂറത്ത് അറിഞ്ഞുകൊണ്ട് ഓതാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മംനൂൻ എന്ന് പറഞ്ഞാൽ ഗൈറു മൻഖൂസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഇത്രയുമൊക്കെ ആയിട്ട് പിന്നെയും ഈ ദീൻ അല്ലെങ്കിൽ പരലോകത്തുള്ള വിചാരണ, രണ്ടർത്ഥത്തിലും ദീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിക്കാൻ പിന്നെ എന്താണ് കാരണം? അപ്പോൾ ഇവിടെ ഫമാ യുകദ്ദിബുക, അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിക്കാൻ നിനക്ക് എന്താണ് ന്യായം എന്നാണ് ചോദിക്കുന്നത്. ഈ നീ ആരാണ്? രണ്ട് ഓപ്ഷനാണുള്ളത്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, ഖുർആനിൽ നീ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും, മറ്റ് മനുഷ്യന്മാരായിരിക്കും ഉമ്മത്തിൽപ്പെട്ട. ഇതിലാരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ അതോ മറ്റു മനുഷ്യരാണോ? അൽ ഇൻസാൻ എന്നുള്ള അർത്ഥത്തിലാണോ? മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം? മുജാഹിദ് റഹിമഹുല്ലാ താബിഈയായ മുഫസ്സിർ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കാരണം അസ്ല് ഖുർആനിൽ നീ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ചോദിച്ചു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു മആദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുമോ? ഇല്ല. അപ്പോൾ മറ്റുള്ള മനുഷ്യരോടാണ് ഈ ചോദിക്കുന്നത്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞയച്ച നബിമാരെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള റബ്ബ് അവൻ്റെ ഈ ദീനിനെ നിഷേധിക്കാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത്? അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു തആല വിധികർത്താക്കളിൽ വിധിക്കുന്നവരിൽ ഏറ്റവും നന്നായി വിധിക്കുന്നവനല്ലേ? അഥവാ മനുഷ്യനെ ഇത്രയും നല്ല അഖ്ല് നൽകി, ഇത്രയും നല്ല ഫിത്രത്ത് നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് വേണ്ടി ഈ വിഭവങ്ങളൊക്കെ സംവിധാനിച്ചു. ഈ വത്തീനി വസ്സൈത്തൂൻ എന്ന് പറയുന്നതൊക്കെ സൃഷ്ടിച്ചു. അവിടെ ആ പ്രദേശങ്ങളിൽ ഇത്രയും മഹാന്മാരെ നബിമാരെ പറഞ്ഞയച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യൻ്റെ മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുക, ഒരു വിചാരണയില്ല, അങ്ങനെ ഒഴിവാക്കി വിടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിന് ചേർന്നതല്ല. അതാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു അഹ്കമുൽ ഹാക്കിമീൻ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ അഖ്ല് എത്ര വലുതാണ്? മനുഷ്യൻ്റെ അഖ്ല് എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വികസനങ്ങളെല്ലാം, കണ്ടുപിടുത്തങ്ങളും പുരോഗതിയുമെല്ലാം, ഇതെല്ലാം ഈ ഒരൊറ്റ ആയത്തിൻ്റെ പരിധിയിൽ വരും. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലെ, മനുഷ്യൻ ഇന്ന് ഉണ്ടാക്കുന്ന എന്തും, ഇവിടെ ബുർജ് ഖലീഫ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിലും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി, എന്ത് പുതിയ പുതിയ സാധനം മനുഷ്യൻ കൊണ്ടുവന്നാലും ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് അള്ളാഹു തആല പറഞ്ഞതാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ അള്ളാഹു ഇതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് മറ്റൊരു ജീവികൾക്ക് ഇത് സാധിക്കുന്നില്ല? അല്ലെ, 10,000 വർഷം മുമ്പ് പക്ഷികൾ എങ്ങനെയാണ് കൂടുണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും കൂടുണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ ഉപ്പമാരുണ്ടാക്കിയ വീടും നമ്മളുണ്ടാക്കാൻ പോകുന്ന വീടുകളൊന്നും ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ നമ്മുടെ 2 തലമുറ പിന്നിലുണ്ടായിരുന്ന വീടും ഇന്ന് നമ്മൾ താമസിക്കുന്ന കെട്ടിടങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എങ്ങനെ സംഭവിച്ചു? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ അള്ളാഹു തആല അതിന് പറ്റിയ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ, അല്ലെ, ഒരു പക്ഷി ചത്തതുപോലെ, ഒരു ആടിനെ അറുത്ത് തിന്നതുപോലെ, അല്ലെങ്കിൽ ഒരു കോഴിനെ അറുത്ത് തിന്നതുപോലെ, അല്ലെങ്കിൽ ഒരു നായ വണ്ടിയിടിച്ച് ചത്തതുപോലെ, ഒരു പുഴു ചതഞ്ഞു പോയതുപോലെ മനുഷ്യൻ അങ്ങനെ തീർന്നു പോവുകയാണ്. നമ്മളൊക്കെ മരിച്ചു പോവുകയാണ്. ഇത്രയും ബുദ്ധിയുള്ള ഈ മനുഷ്യൻ അതുപോലെ അവനെ ഒഴിവാക്കി വിടുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അഫ ഹസിബത്തും അന്നമ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ അബസായിട്ട്, വെറുതെ ഒരു കുട്ടി എന്തെങ്കിലും സാധനം എടുത്ത് അലക്ഷ്യമായി കളിക്കുന്നതിനാണ് അബസ് എന്ന് പറയാം. അങ്ങനെ അലക്ഷ്യമായി നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത്രയും ബുദ്ധിയുള്ള ഈ മനുഷ്യനെ, ഈ ബുദ്ധിയുടെ ഒരു ഉത്തരവാദിത്തം അവൻ അള്ളാഹു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് അള്ളാഹു തആലയോട് ചോദിക്കുന്നത്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അതൊരിക്കലും അള്ളാഹുവിൻ്റെ ഹിക്മത്തിന് ചേർന്നതല്ല. അപ്പോൾ നോക്കൂ, ഈ സൂറത്ത് വളരെ ചെറുതാണ്, പക്ഷേ ഇതിൽ റിസാലത്തുണ്ട്, തൗഹീദുണ്ട്, അതുപോലെ തന്നെ ആഖിറത്ത്, മആദ്, മരണാനന്തര ജീവിതം. എവിടെയാണ് റിസാലത്ത്? വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനിൻ വഹാദൽ ബലദിൽ അമീൻ. 3 റിസാലാത്തുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ് തൗഹീദ് ഉള്ളത്? ഇല്ലല്ലദീന ആമനു. ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. പിന്നെ ആഖിറത്തോ? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഹിസാബ്, മരണാനന്തരമുള്ള വിചാരണയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 അർക്കാനുകളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ ഈ സൂറത്തൊക്കെ ഓതുമ്പോൾ
അർത്ഥം പറഞ്ഞ് ഓതുകയാണെങ്കിൽ ഒരു പക്ഷേ സൂറത്തുൽ ബഖറയിലെ ഒരു 4 പേജ് ഓതുന്നതിനേക്കാൾ നമുക്ക് ഈമാൻ കൂടും. അതുകൊണ്ട് ഈ ചെറിയ സൂറത്തുകളെ ചെറുതായി കാണരുത്. ഒരു ആലിമിനെക്കുറിച്ച് ഇന്ത്യയിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ തമിഴ്നാടുള്ള ഷെയ്ഖ് അനീസുർ റഹ്മാൻ ആദമി എന്ന് പറയുന്ന ഒരു ഷെയ്ഖിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചില ആളുകൾ പറഞ്ഞതാണ്, അദ്ദേഹം ഓരോ ദിവസവും ജുസ് അമ്മ ഓതി തഹജ്ജുദ് നമസ്കരിക്കും. എല്ലാ ദിവസവും ജുസ് അമ്മ മുഴുവനായിട്ട് ഓതും. അത് ആദ്യം കേട്ടപ്പോൾ ഞാൻ നിസ്സാരമായിട്ട് തോന്നി. കാരണം ജുസ് അമ്മ അത്രയും വലിയ ഷെയ്ഖായിട്ട് ജുസ് അമ്മയാണ് ഓതുന്നത്. പക്ഷേ ഈ ജുസ് അമ്മ എന്ന് പറയുന്നത് അതിൽ എല്ലാം ഉണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഖുലാസയാണ്, ഖുർആൻ്റെ ഒരു ചുരുക്കമാണ് മുഫസ്സലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സൂറത്തുകൾ ആവർത്തിച്ച് പഠിക്കുക. അപ്പോൾ ഇത് ഇന്ന് കേട്ട നാളെ നമ്മൾ മറക്കും. അപ്പോൾ വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുകയോ തഫ്സീറുകൾ വായിക്കുകയോ ചെയ്തുകൊണ്ട് ഈ സൂറത്തുകളുടെ അർത്ഥം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകണം. കാരണം ഇമാമ നിസ്കാരത്തിൽ ഓതുന്നത് ഇതായിരിക്കും, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓതുന്നത് ഈ സൂറത്തുകളായിരിക്കും. അപ്പോൾ അർത്ഥം പറഞ്ഞ് ഓതുക എന്നുള്ളത് അത് ഈമാൻ കൂടാൻ സഹായിക്കുന്ന കാര്യമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു, ഖുർആൻ ഇറക്കിയത് ലിയദ്ദബ്ബറു, അതിൻ്റെ ആശയം മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ അൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് യത്ലൂന എന്നാണ്. യത്ലൂന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓതുക എന്നുള്ള അർത്ഥമുണ്ട്, പിന്തുടരുക എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെ, അറബിയിൽ നിങ്ങൾ അറബി ഭാഷയൊക്കെ പഠിക്കുന്ന കിതാബിൽ കണ്ടിട്ടില്ലേ, എക്സസൈസിലൊക്കെ ഫീമ എലി, താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് എലി എന്ന് പറഞ്ഞാൽ? വലിയ. എലി എന്ന് പറഞ്ഞാൽ ഫോളോ എന്നാണ്, ആൻസർ ദ ഫോളോയിങ്, പിന്തുടരുക. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്നാണ്. അപ്പോൾ യത്ലൂന എന്ന് പറഞ്ഞാൽ യത്തബിഊന. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ കിതാബ് ഓതുക എന്നുള്ള അർത്ഥമുണ്ട്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ് ഓതുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നവർ. വ അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തിയവർ. വ അൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിച്ച ആളുകൾ. യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ നഷ്ടമില്ലാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആയത്തിൽ തന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് റാസി പറയുന്നത്, ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഖാമുസ്സല വ അൻഫഖു മിമ്മാ റസഖ്നാഹും, മാലി ആയിട്ടാണ്, ഫെയിൽ മാലി, നമസ്കാരം നിലനിർത്തുക, ചെലവഴിക്കുക. പക്ഷേ ഖുർആനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യത്ലൂന എന്നാണ് പറഞ്ഞത്, ഫെയിൽ മുദാരിയാണ്. എന്താണ് മാലി മുദാരി തമ്മിൽ വ്യത്യാസം? മാലി എന്ന് പറയുന്നത് ചെറുതാണ്, മുദാരിനെ അപേക്ഷിച്ച് മാലിൻ്റെ വിശാലത കുറവാണ്. ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ കളവ് പറഞ്ഞാൽ നമ്മൾ പറയും ഖദബ ഫുലാൻ, അവൻ കളവ് പറഞ്ഞു. പക്ഷേ ഫുലാനു യക്ദിബ്, എന്നയാൾ കളവ് പറയുന്നവനാണ് എന്ന് പറയണമെങ്കിൽ ദിവസം കളവ് പറയുന്നവനായിരിക്കണം. അപ്പോൾ ഫെയിൽ മുദാരി എന്ന് പറയുന്നത് ഇസ്തിമ്രാർ, തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ റാജി പറയുന്നത് ഇവർ അത്രയും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് അവരെക്കുറിച്ച് യത്ലൂന കിതാബല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം എത്ര നമസ്കരിച്ചാലും ഒരു പരിധിയുണ്ട്. ദിവസം 5 നേരം, പിന്നെ സുന്നത്തൊക്കെ കൂടി ഒരു 10 നേരം, എന്നാലും അല്ലേ 5 നേരത്തെ നിസ്കാരവും റവാത്തിബും, അപ്പോൾ 5 വക്തുകളായി. പിന്നെ ളുഹ ഒരു സമയം 6, ഖിയാമുൽ ലൈൽ 7, കഴിഞ്ഞ് നിസ്കാരം. പക്ഷേ ഖുർആനോ, ഖുർആൻ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഖുർആൻ ഓതാം. അതുകൊണ്ടാണ് യത്ലൂന എന്ന് ഉപയോഗിച്ചത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം. അവർ ഓതുന്ന ഓരോ ഹർഫിനും, അതുപോലെ തന്നെ അനുസരിക്കുന്ന ഓരോ കൽപ്പനക്കും, അതുപോലെ നമസ്കരിക്കുന്ന ഓരോ റക്അത്തിനും ഓരോ സുജൂദിനും അല്ലാഹു തആല അവർക്ക് പ്രതിഫലം നൽകും. അതിൽ നഷ്ടമില്ല. അല്ലാഹു തആല നമ്മെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.